ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സോഷ്യോളജിയുടെ 13ാമത്തെ ചാപ്റ്റർ ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഇതിൽ ഫോക്കസ് പോയിന്റിൽ പറയുന്ന റിവിഷൻ. ഇനി ഇതിൽ 8 മാർക്കിൻ്റെ ചോദ്യം ഒരു എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പല വർഷങ്ങളിൽ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഇപ്പോൾ വിവിധ ആഗോളവൽക്കരണത്തിൻ്റെ വിവിധ മാനങ്ങൾ അല്ലെങ്കിൽ വിവിധ തലങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം ഈ ചാപ്റ്റർ ഫുള്ളാണ് അത് ഉൾപ്പെടുത്തേണ്ടത്. അതിൽ പ്രധാന പോയിൻറ്റ്സ് ആയിട്ട് അതിലുള്ള പോയിൻറ്റ്സുകൾ മാത്രം ഉൾപ്പെടുത്തി കൊടുക്കണം. ആദ്യം ഇക്കണോമിക് ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ, പിന്നെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് ലേബർ, ഗ്ലോബലൈസേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഗ്ലോബലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ് ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഇതിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടും ചോദ്യം വരാം. എക്കണോമിക് ഡയമെൻഷൻ ചോദിക്കുകയാണെങ്കിൽ പറയേണ്ട ഭാഗം ഇതാണ്. പോളിസി ഓഫ് ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷനാണ് അതിലെ ഒന്നാമത്തെ ഭാഗം. അതായത് 1990 പുതിയ പോളിസീസ് ഉണ്ടായി. അവിടെ നേഷ്യൻസ് ബിക്കെയിം ലിബറലൈസേഷൻ വന്നു, ഉദാരവൽക്കരണം വന്നു. അപ്പോൾ ഇത് ഇക്കണോമിക് ഇഫക്റ്റ് ക്യാൻ ബി ഇൻറ്റൻസ് ഫോർ ദ കൺട്രി ആസ് വെൽ ആസ് ഫോർ ദ ഇൻവെസ്റ്റേഴ്സ്. പണം നിക്ഷേപിക്കുന്ന ആൾക്കും അതുപോലെ തന്നെ സ്വതന്ത്ര വിപണി, അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. യാതൊരു നിയന്ത്രണവുമില്ല, ആർക്ക് വേണമെങ്കിലും പണം നിക്ഷേപിക്കുക. അപ്പോൾ പണം നിക്ഷേപിക്കാനായിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നു. അപ്പോൾ എക്കണോമിക് ലിബറലൈസേഷൻ എന്താണ്? റിലാക്സിങ് ദ ഗവൺമെൻറ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ അലൗ ദ പ്രൈവറ്റ് സെക്ടർ കമ്പനി ടു ഓപ്പറേറ്റ് ബിസിനസ് ട്രാൻസാക്ഷൻ. അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്തായാലും ഉണ്ട്. അതുപോലെ 1991 അപ്പോൾ ഈ എക്കണോമിക് റിഫോംസ് ഏത് ഫീൽഡിനെയൊക്കെയാണ് ബാധിച്ചത്? അഗ്രികൾച്ചറിനെ, ഇൻഡസ്ട്രീനെ, ട്രേഡിനെ, അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് വന്നു, ടെക്നോളജി ഒരുപാട് വന്നു, എല്ലാത്തിലും ചേഞ്ചസ് വന്നു. ഇറ്റ് വാസ് ബിലീവ് ദാറ്റ് മോർ ഇൻ്റഗ്രേഷൻ ഓഫ് ദ വേൾഡ് ഇക്കോണമി വുഡ് ബെനിഫിറ്റ് ഇന്ത്യ. എല്ലാവരും വിചാരിച്ചിരുന്നത് ഈ ലോക സമ്പൽ വ്യവസ്ഥയുമായി നമ്മുടെ ഭാരതത്തിൻ്റെ സമ്പൽ വ്യവസ്ഥ യോജിപ്പിക്കുമ്പോൾ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ടാകും എന്നാണ് ഉദാരവൽക്കരണ നയങ്ങൾക്ക് പിന്നിലുണ്ടായ വിശ്വാസം. അതുപോലെ ഇന്ത്യ പല സംരംഭങ്ങൾക്കും വേണ്ടി ലോൺ എടുക്കുന്നത് ഈ IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണ്യനിധി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുക, അത് വലിയൊരു അവസരമായിരുന്നു. അതുപോലെ ഇന്ത്യക്കും പല സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് പണം വായ്പ എടുക്കാമായിരുന്നു. ട്രാൻസ്നാഷണൽ കോർപ്പറേഷനാണ് എക്കണോമിക് ഡയമെൻഷൻ്റെ മറ്റൊരു തലം. അതായത് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്ത്? സെപ്പറേറ്റ് ഒരു 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് എന്ന് നോക്കി വെക്കുക. ഇപ്പോൾ TNCs ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, ഫുൾ ഫോം ഉണ്ടാവില്ല. ഇപ്പോൾ ട്രാൻസ്നാഷണൽ ഓപ്പറേഷൻസ് ആർ കമ്പനീസ് ബ്രിങ്ങിങ് ഔട്ട് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഇൻ മോർ ദാൻ വൺ കൺട്രി. അതായത് ഒന്നിലധികം രാജ്യങ്ങളിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കമ്പോള സേവനങ്ങൾ നടത്തുന്ന കമ്പനികളെയാണ് രാജ്യാന്തര കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം ഇന്ത്യയിലെ സം വേൾഡ് ഫേമസ് TNCs ആർ കൊക്കോകോള, അതുപോലെ ജനറൽ മോട്ടോഴ്സ്, കോൾഗേറ്റ്, പാമോലീവ്, മിറ്റ്സുബിഷി എന്നൊക്കെ പറയുന്നതൊക്കെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളാണ്. ദേ ആർ ഗ്ലോബൽ മാർക്കറ്റ് ഓറിയൻറ്റഡ്. ഈ ലോകം തന്നെയാണ് വിപണി ലക്ഷ്യമാക്കി, ഈ വിപണി അവിടെ നിന്ന് ആളുകൾ വാങ്ങിച്ചോളും എന്നുള്ളത്. അതോടെ ഹ്യൂജ് പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാക്കാം. ഇനി ഇന്ത്യൻ കോർപ്പറേഷനിലുണ്ട് ട്രാൻസ്നാഷണൽ. അതിലൊന്ന് അതിൽ ഒന്നല്ല, ടാറ്റ സ്റ്റീലും റിലയൻസ് ഇൻഡസ്ട്രീസും ഒക്കെ അതിന് ഉദാഹരണമാണ്. ഇനി മൂന്നാമത്തെ തലം എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ഇക്കോണമിയാണ്. എക്കണോമിക് ഡയമെൻഷൻസിൻ്റെ മൂന്നാമത്തെ ഒരു ഭാഗം പോയിൻ്റ്. ഇലക്ട്രോണിക് സമ്പൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ഇലക്ട്രോണിക്കലി അറ്റ് എ ക്ലിക്ക് ഓഫ് ബട്ടൺ ത്രൂ കമ്പ്യൂട്ടേഴ്സ്. അതിനു മുമ്പ് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ട് ആയിരുന്നു, ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഇത് വളരെ എളുപ്പത്തിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ടായി. നോ പേപ്പർ വർക്ക് ഓർ പേപ്പർ കറൻസി റിക്വയർഡ്. ഇവിടെ പണം ഇടപാടുകൾ എല്ലാം ഇൻ്റർനെറ്റിലൂടെ, ഷെയർസ് ബോട്ട് ആൻഡ് സോൾഡ് വിതിൻ സെക്കൻഡ്.
ഇപ്പോൾ ഷെയർസ് വാങ്ങാൻ സാധിക്കും, ഓഹരികൾ പെട്ടെന്ന് വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കും. അത് ഏത് രാജ്യത്തിരുന്നിട്ടാണെങ്കിലും ഈ ട്രാൻസാക്ഷൻ ഓഫ് ഫണ്ട് ബിറ്റ്വീൻ കൺട്രീസ് ഇൻ സെക്കൻഡ്സ്, നിമിഷ നേരങ്ങൾക്ക്, സെക്കൻഡുകൾക്ക് ആ ഒരു ടൈം മതി ട്രാൻസാക്ഷൻ നടത്താൻ. അതിൻ്റെ പ്രധാന കാരണം റെവല്യൂഷൻ ഓഫ് ടെക്നോളജിയാണ്. ഇലക്ട്രോണിക് ഇക്കോണമി വന്നതോട് ഇതിൻ്റെ കാരണം ടെക്നോളജിയിൽ വന്ന ഇൻ്റർനെറ്റ് പോലുള്ള മാധ്യമങ്ങളാണ്. ഇനി വെയ്റ്റ്ലെസ് ഓർ നോളജ് ഇക്കോണമി മറ്റൊരു എക്കണോമിക് ഡയമെൻഷൻ്റെ ഒരു ഭാഗമായിട്ട് പാർട്ടായിട്ട് പറയേണ്ടതാണ്. അത് വെയ്റ്റ്ലെസ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ദാറ്റ് സിസ്റ്റം ഇൻ വിച്ച് ബേസിസ് ഇൻഫോർമേഷൻ, വിവരം, അതായത് ഭാരരഹിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിവ്, നോളജ്, നമ്മുടെ ഇൻഫോർമേഷൻ നോളജാണ് നമ്മൾ വിൽക്കുന്നത്. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ നോളജ്, IT സെക്ടറിൽ ഇൻ്റർനെറ്റ് നോളജ്, ഇതൊക്കെയാണ് അതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എ നോളജ് ഇക്കോണമി ഈസ് വൺ ഇൻ വിച്ച് വർക്കിംഗ് പീപ്പിൾ ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റീസ് ബട്ട് ഗീവ് സപ്പോർട്ട് സിസ്റ്റം. അതായത് ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളിൽ ഒന്നും നേരിട്ട് പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ ഒരു ഫാക്ടറിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു പുതിയ മെഷീൻ്റെ ഡിസൈൻ അതെങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം ഒരു വ്യക്തി അത് പ്ലാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ IT മേഖലയാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്തു കൊടുക്കുന്നു, ഒരു സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു, അത് അങ്ങനെയുള്ള ഓരോ സിസ്റ്റംസൊക്കെ. ഇനി ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആർക്കിടെക്ട്സ്, വെഡ്ഡിങ് പ്ലാനേഴ്സ്, മാർക്കറ്റ് സർവീസ്, ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമ്മൾ സേവനം നൽകുന്നു. ഇനി ഗ്ലോബലൈസേഷൻ ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ധനകാര്യ ആഗോളവൽക്കരണം. ഫിനാൻസിലും തന്നെ ഗ്ലോബലൈസേഷൻ വന്നു. അതായത് ഇലക്ട്രോണിക് എക്കോണമി വന്നതോടെ ഇവിടെ നിന്നും ട്രാൻസാക്ഷൻ നടത്താനായിട്ട് വരുമ്പോഴൊരു സെൻട്രൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ വേണം. ആ ക്യാപിറ്റലിലൂടെയാണ് ഓൾ ഇലക്ട്രോണിക് ആക്ടിവിറ്റി ട്രാൻസാക്ഷൻ നിയന്ത്രിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റ് രാജ്യത്തേക്ക് അത് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴൊക്കെ ഒരു ഫിനാൻഷ്യൽ ക്യാപിറ്റൽ വേണം. അപ്പോൾ ഇത് ആണ് ഇലക്ട്രോണിക് ട്രാൻസാക്ഷന് സാധ്യമാക്കുന്നത്. അങ്ങനെ ഉള്ള ഫിനാൻഷ്യൽ ക്യാപിറ്റൽസ് എല്ലാ മാർക്കറ്റുകളെയും ട്രാൻസാക്ഷനെയും ഒക്കെ ഇങ്ങനെ നിമിഷം അല്ലെങ്കിൽ സെക്കൻഡിനുള്ളിൽ ട്രാൻസാക്ഷൻ നടത്തുവാനുള്ള ആ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ബോംബെ, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽസ്. അപ്പോൾ ഇതാണ് എക്കണോമിക് ഡയമെൻഷൻ എന്നുള്ള പാർട്ട്. അപ്പോൾ ഇത് ഗ്ലോബലൈസേഷൻ്റെ ഡിഫറെൻറ്റ് ഡയമെൻഷനിൽ ഒരു പാർട്ട് മാത്രമേ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ സബ് ഡിവിഷൻസാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൽ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ ഡയമെൻഷനിൽ ഉൾപ്പെടുത്തി നമുക്ക് പറയാം. ഹൗ ഗ്ലോബലൈസേഷൻ അഫക്റ്റ് ദ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഫീൽഡ്. ആശയവിനിമയ മേഖലയെ ആഗോളവൽക്കരണം എങ്ങനെ ബാധിച്ചു എന്ന് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് മാത്രം. അതായത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ത്രൂ വേർബൽ ആൻഡ് നോൺ വേർബൽ മെസ്സേജിലൂടെ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സെറ്റിങ്സ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ. ഇറ്റ് ഈസ് എ ബ്രോഡ് ഫീൽഡ് ദാറ്റ് ഇൻകോർപ്പറേറ്റ് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇൻ്റർ കൾച്ചറൽ, പൊളിറ്റിക്കൽ, ഹെൽത്ത്, മീഡിയ, ക്രൈസിസ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്. ഇതിലെല്ലാം തന്നെ ഒരു ആശയവിനിമയത്തിൻ്റെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു മേഖലയാണിത്. ഇനി മെനി റെവല്യൂഷൻസ്, ഒരു പുതിയ ചേഞ്ചസ് that have taken place because of advance and improvement of technology and communication. അതായത് ടെലികമ്മ്യൂണിക്കേഷൻ്റെയും സാങ്കേതിക വിദ്യയിലെയും ഒരു വിപ്ലവകരമായ മാറ്റമാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് കടന്നത് നമ്മുടെ സൊസൈറ്റി. അതായത് ടെലിഫോൺ, സെൽഫോൺ, ഫാക്സ് മെഷീൻ, ഡിജിറ്റൽ ആൻഡ് കേബിൾ ടെലിവിഷൻ, ഇലക്ട്രോണിക് മെയിൽ, ഇൻ്റർനെറ്റ്, ഇതൊക്കെ മതി നമുക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം, മറ്റൊരു രാജ്യത്തിരിക്കുന്ന ഒരാളുമായി ചാറ്റ് ചെയ്യാം. ഇതൊക്കെ വളരെ എളുപ്പമാണ്. അതിന് സഹായിച്ചത് സാറ്റലൈറ്റാണ്, ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ലൊക്കേഷനിലിരുന്ന് മറ്റൊരു ലൊക്കേഷനിലിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ടൈം സോൺ ഡിഫറൻ്റായ ഒരു സ്ഥലത്തിരിക്കുന്ന ആളുമായിട്ട് തന്നെ നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റും, ഫ്രണ്ട്ലി ടോക്ക് നടത്താൻ പറ്റും, ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഗ്ലോബലൈസേഷനും ഗ്ലോബൽ കമ്മ്യൂണിക്കേഷനും നമ്മുടെ പരിസ്ഥിതിയെ മാറ്റി, കൾച്ചറൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്
തലങ്ങൾ തന്നെ വ്യത്യസ്തമാക്കി.